ദിലീപ് ബുദ്ധിമാനായ കുറ്റവാളിയെന്നും കേസ് അസാധാരണ സ്വഭാവമുള്ളതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ തന്ത്രപൂർവ്വം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഗൌരവതരമായ കുറ്റങ്ങളാണ് ദിലീപിനെതിരെ ഉള്ളതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൌലോസിന് ബാലചന്ദ്രകുമാറുമായി യാതൊരു ബന്ധവുമില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. വാദത്തിനിടെ ദിലീപിന്റെ അഭിഭാഷകൻ ഇടപെടുന്നതിനെ ഡിജിപി എതിർത്തു. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, നടിയാക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിലാണ് ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുള്ള പ്രോസിക്യൂഷന്റെ വാദം ഇപ്പോൾ നടക്കുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോടതിയിൽ നിന്നുള്ള വിശദാംശം. ധന്യ, ഇന്നലെ 2 മണിക്കൂർ നീണ്ട വാദമുഖങ്ങളാണ് ദിലീപിനായി അഡ്വക്കേറ്റ് ബി രാംകുമാർ നടത്തിയത്. അതിൽ കൃത്യമായും ഒരു ഗൂഢാലോചനയാണ് ഇത്തരമൊരു കേസിന് പിന്നിൽ എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ ബാലചന്ദ്രകുമാറിൻ്റേത് ഒരു വിശ്വാസയോഗ്യമായ മൊഴിയല്ല. ബാലചന്ദ്രകുമാർ ഹാജരാക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ പുറത്തുവിട്ട ഓഡിയോ ടേപ്പ് അടക്കമുള്ളവ കെട്ടിച്ചമച്ച സംഗതികളാണ്. ശബ്ദശകലങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എഡിറ്റ് ചെയ്ത ശബ്ദശകലങ്ങൾ വെച്ച് തന്നെ പ്രതിക്കൂട്ടിലാക്കാനാണ് ശ്രമിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യം പ്രോസിക്യൂഷൻ ഉണ്ടായിരിക്കുന്നു. അന്വേഷണ സംഘത്തിന് യാതൊരു തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ കേസിലുണ്ടായ പരിമിതികൾ മറികടക്കാനാണ് ഈ പുതിയ ഗൂഢാലോചന കേസിലൂടെ അന്വേഷണ സംഘം ശ്രമിക്കുന്നത് എന്നാണ് കൃത്യമായി ഈ ഇന്നലെ പ്രതിഭാഗം വാദിച്ചത്. ഇതിനൊക്കെ മറുപടിയായാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇന്നലെ പ്രതിഭാഗം മുന്നോട്ട് വെച്ച ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിയാണ് അതിന് കൃത്യമായ വിശദീകരണം നൽകുന്നത്. ആദ്യം തന്നെ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു എന്ന ചോദ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. കാരണം സാധാരണഗതിയിൽ ഒരു ലോക്കൽ പോലീസ് അന്വേഷിച്ച് മുന്നോട്ട് പോകേണ്ട തരത്തിലുള്ള ഒരു കേസാണ്. അതുകൊണ്ട് നേരിട്ട് തന്നെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസ് ഏറ്റെടുക്കുകയും അന്വേഷണം നടത്തുകയുമാണ്. അതെന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. ഇതിന് കൃത്യമായ മറുപടി ഈ പ്രോസിക്യൂഷൻ നൽകുന്നു. ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം പരിഗണിച്ച് എത്രമാത്രം ആഴത്തിലുള്ളൊരു പദ്ധതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് തന്നെ നടന്നിരിക്കുന്നത്. അസാധാരണമായ രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് നടക്കുന്നതിനായി അണിയറയിൽ ഒരുങ്ങിയത്. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തിയും ആഴവും പരപ്പും കണക്കിലെടുത്താണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഒപ്പം ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ ഗൂഢാലോചനയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ ഈ പുതിയ വികാസങ്ങൾ എന്നാണ് പ്രതിഭാഗം പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നില്ല. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളെ ശിക്ഷിക്കാൻ പര്യാപ്തമായ എല്ലാ തെളിവുകളും വിചാരണ കോടതിയുടെ മുൻവശം ഉണ്ട് എന്നാണ് ഇപ്പോഴും പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ആ കേസ് പരാജയപ്പെട്ടതുകൊണ്ട് മറ്റൊരു കേസിൽ കുരുക്കാം എന്ന ശ്രമമോ അല്ലെങ്കിൽ ആ കേസിലേക്കുള്ള തെളിവുകൾ ഈ കേസിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ചിന്തയൊന്നും പ്രോസിക്യൂഷൻ ഇല്ല എന്നും കോടതിയിൽ ഡിജിപി വാദിക്കുന്നു. ഒപ്പം ഈ ബാലചന്ദ്രകുമാർ എന്ന ഈ കേസിലെ സാക്ഷിയും അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസും തമ്മിൽ യാതൊരു തരത്തിലുമുള്ള ബന്ധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടിരുന്നില്ല. ഇരുവരും തമ്മിൽ യാതൊരു തരത്തിലുമുള്ള ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നില്ല എന്ന് കൃത്യമായി പറയുന്നു. ഈ അസാധാരണ സ്വഭാവം ഉള്ള ഒരു കേസായതുകൊണ്ട് തന്നെ ഈ കേസിലെ സാക്ഷി ആയാണ് ഈ ബാലചന്ദ്രകുമാർ വന്നിരിക്കുന്നത്. ആ ബാലചന്ദ്രകുമാറിന് മറ്റു കേസിലെ ഒരു തരത്തിലുമുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല. ബാലചന്ദ്രകുമാറിന്റെ മൊഴി മാത്രം ഈ ഗൂഢാലോചനയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവാണ് എന്ന് പറയുന്നു. ഒപ്പം ബാലചന്ദ്രകുമാർ നിയമം അനുസൃതമായ രീതിയിൽ പരിഗണിച്ചാൽ ഏറ്റവും വിശ്വാസ്യതയുള്ള സാക്ഷിയായി കരുതപ്പെടാം. അത്തരത്തിൽ ഏറ്റവും വിശ്വാസയോഗ്യനായ ഒരു സാക്ഷി നൽകുന്ന മൊഴി മാത്രം മതി ഇത്തരത്തിലുള്ളൊരു കേസിൽ എഫ്ഐആർ ഇടുന്നതിനും അയാളുടെ മൊഴി അനുസരിച്ച് വേണമെങ്കിൽ കുറ്റക്കാരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നും പറയുന്നു. എന്തായാലും ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു എഫ്ഐആർ ഇട്ടത്. ഈ കൃത്യമായ ഒരു ആസൂത്രണം ഈ കൊലപാതകങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നടന്നിരുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ആരംഭിച്ച വേള മുതൽ ദിലീപിന്റെ അഭിഭാഷകരും മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനമായ വാദം സ്വന്തം വീട്ടിലിരുന്ന് ആരെങ്കിലും ഗൂഢാലോചന നടത്തുമോ എന്നത് തന്നെയാണ്. ദിലീപും സഹോദരനും മറ്റ് ബന്ധുക്കളും കൂട്ടുകാരുമൊക്കെ പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ ചർച്ചകളൊക്കെ വീട്ടിൽ നടന്നിരിക്കുന്നു. പക്ഷേ അത് എങ്ങനെ ഒരു കൊലക്കുറ്റത്തിന് പര്യാപ്തമായ അല്ലെങ്കിൽ ഒരു വധശ്രമ ഗൂഢാലോചനയ്ക്ക് നയിക്കുന്ന കാര്യമായി പറയാൻ കഴിയും എന്ന ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനിൽ ഒരാളെ യൂട്യൂബിലെ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ
ഉണ്ടായ ചില ശാപവാക്കുകൾ, ആ വാക്കുകളെയാണ് ബാലചന്ദ്രകുമാർ ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചനയായി മാറ്റി പറയുന്നത് എന്നാണ് പ്രതിഭാഗം പറയുന്നത്. പക്ഷേ അതൊരു ഗൂഢാലോചന ആണ്, കൃത്യമായ ഒരു ശാപവാക്ക് മാത്രമല്ല, കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വാക്കുകളാണ് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഈ കേസിൽ ഉദ്യോഗസ്ഥരെ എങ്ങനെ കൊല്ലണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു ആലോചന ദിലീപ് കൂട്ടാളികളുമായി നടത്തിയെന്ന് കൃത്യമായി പറയുന്നു. ഇതിൽ CI സുദർശനെയൊക്കെ ഏത് രീതിയിൽ കൊല്ലണം അല്ലെങ്കിൽ കൊല്ലും എന്നത് സംബന്ധിച്ച കൃത്യമായ ശബ്ദരേഖ ഈ ബാലചന്ദ്രകുമാറിൻ്റെ കൈവശമുണ്ട്. അത് തെളിവായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നും വ്യക്തമായി പറയുന്നു. ഒപ്പം എല്ലാ ഉദ്യോഗസ്ഥരെയും ഏത് രീതിയിൽ വകവരുത്തണം, തെളിവുകൾ അവശേഷിപ്പിക്കാതെ എങ്ങനെ കൊല്ലാം, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ മാത്രമല്ലാതെ ഒരു കൂട്ടമായി ഉദ്യോഗസ്ഥരെ വകവരുത്താം എന്നതുവരെയുള്ള കൃത്യമായ ആസൂത്രണങ്ങൾ ഈ കുറ്റകൃത്യവുമായി നടന്നു എന്നും പറയുന്നു. ഒപ്പം മറ്റൊരു പ്രധാനമായ കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ എങ്ങനെ എല്ലാ പ്രതികളുടെയും ഫോണുകൾ ഒരുപോലെ കാണാതായി എന്ന കൃത്യമായ ചോദ്യം ഇപ്പോൾ അന്വേഷണ സംഘം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രതിഭാഗത്തോട് ചോദിച്ചിരിക്കുന്നു. കാരണം ഈ സാധാരണഗതിയിൽ ആളുകളുടെ ഫോണുകൾ ഈ കാലപ്പഴക്കം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സാങ്കേതിക തകരാറ് വരുമ്പോഴൊക്കെ ഫോൺ മാറ്റാറുണ്ട്. ഓരോ വ്യക്തികളും ഓരോ സമയക്രമത്തിലായും മറ്റുമൊക്കെ ഫോണുകൾ മാറ്റാറുണ്ട്. എന്നാൽ ഇവിടെ മാത്രം ഒരു അസാധാരണമായ സംഭവവാസം ഉണ്ടായിരിക്കുന്നു. ദിലീപ് ഫോൺ മാറ്റുന്നു, അനൂപ് മാറ്റുന്നു, സൂരജ് ഫോൺ മാറ്റുന്നു, അപ്പുൻ ഫോൺ മാറ്റുന്നു. ഇങ്ങനെ ദിലീപുമായി അടുത്ത ആളുകളെല്ലാം ഒറ്റയടിക്ക് ഫോൺ മാറ്റിയത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നു. പിന്നീട് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഈ ഫോണിലെ രേഖകൾ പരിശോധിക്കാൻ എന്ന പേരിൽ അല്ലെങ്കിൽ ബാലചന്ദ്രകുമാറും ദിലീപും നടത്തിയ സന്ദേശങ്ങളുടെ പകർപ്പെടുക്കുന്നതിന് എന്ന പേരിൽ മുംബൈയിലേക്ക് ഫോൺ അയക്കുന്നു. എന്നിട്ട് വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷം തിരിച്ചെത്തിക്കുന്നു. അതും കോടതി കർശനമായ നിലപാടുകൾ സ്വീകരിച്ച ശേഷം മാത്രമാണ് ആ ഫോണുകൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതും. അതുകൊണ്ട് കൃത്യമായ ഒരു തെളിവ് നശിപ്പിക്കലാണ് ഈ ഫോണുകളുടെ കാര്യത്തിൽ നടന്നത് എന്നും പറയുന്നു. ഇത്തരത്തിൽ പല ആളുകളുമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുകളുമില്ലാതെ, യാതൊരു തുമ്പവുമില്ലാതെ, യാതൊരു സംശയവുമില്ലാതെ ഈ ഉദ്യോഗസ്ഥരെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ആലോചന പല ഘട്ടങ്ങളിലായി പ്രതികൾ തമ്മിൽ നടന്നിരുന്നു എന്ന് ആണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം ഈ ആലുവ പോലീസ് ക്ലബ്ബിൽ മുന്നിലൂടെ പോകുമ്പോൾ ഇവരെ മൊത്തം കത്തിക്കണമെന്ന് ദിലീപ് പറഞ്ഞു എന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം കൃത്യമായ മൊഴിയായി നൽകുന്നു. കാരണം ദിലീപിൻ്റെ ചോദ്യം ചെയ്യൽ ഏറ്റവും അധികം നടന്നത് ആലുവ പോലീസ് ക്ലബ്ബിലാണ്. ഒരു കാലത്ത് ദൈനംദിനം എന്ന വണ്ണം മാധ്യമങ്ങളും മറ്റും തമ്പടിച്ചിടമാണ് ആലുവ പോലീസ് ക്ലബ്ബ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും അവിടെ എത്തി ഈ ദിലീപിനെ ചോദ്യം മറ്റും ചെയ്തിരുന്നു. അതുകൊണ്ട് ആലുവ പോലീസ് ക്ലബ്ബിനോട് പോകുമ്പോൾ എപ്പോഴും ദിലീപിൻ്റെ ഭാഗത്തു നിന്നും ഇവരെ മൊത്തത്തിൽ കത്തിക്കണം എന്ന ഒരു പരാമർശം പലപ്പോഴും ഉണ്ടായിരുന്നതായി കോടതിയിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നു. ഒപ്പം ഈ MG റോഡിലെ ഒരു മേത്തർ ഫ്ലാറ്റിൽ ഈ പ്രതികളിൽ പലരും ഒത്തുകൂടി ഈ അന്വേഷണ സംഘത്തെ വകവരുത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തി. അതിൻ്റെ തെളിവുകൾ ഈ ഫ്ലാറ്റിലടക്കം പോയി തെളിവെടുപ്പ് നടത്തി ഈ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നും ചോദിച്ചു. ഒപ്പം ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ നേരിട്ട് ഈ ദിലീപ് എന്ന നടൻ ഭീഷണിപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലും ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ നടത്തിയിരിക്കുന്നു. സാർ ഇപ്പോൾ സ്വസ്ഥമായി ജീവിക്കുന്നു എന്ന ചോദ്യം ദിലീപിൻ്റെ ഭാഗത്തു നിന്നും നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിന് നേരെ ഉണ്ടായിരിക്കുന്നു എന്ന ഏറ്റവും സുപ്രധാനമായ വെളിപ്പെടുത്തലും ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ വാദമുഖങ്ങൾക്ക് മധ്യേ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നു. അതായത് മറുവശത്ത് രഹസ്യമായ ആലോചനകൾ നടത്തുമ്പോൾ, രഹസ്യമായ ഗൂഢാലോചന നടത്തുമ്പോൾ ശാപവാക്കെന്ന് പ്രതിഭാഗം പറയുമ്പോൾ കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടത്തിയ ആലോചനയെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ സാർ സ്വസ്ഥമായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന ഒരു വെല്ലുവിളി കലർന്ന ശബ്ദത്തിലുള്ള ഒരു ചോദ്യം ദിലീപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് കൃത്യമായൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവമായി കരുതാം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോണുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഈ പ്രോസിക്യൂഷൻ്റെ വാദം കടന്നിരിക്കുന്നത്. ദിലീപും കൂട്ടരും 7 ഫോൺ ഉപയോഗിച്ചതായി ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഒപ്പം ബിജു പൗലോസും അത് വളരെ നിർണായകമായ തെളിവുകളല്ലേ അനീഷ്? ഇപ്പം നേരിട്ടുള്ള തെളിവാണ് ബാലചന്ദ്രകുമാർ എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പം തിരുവനന്തപുരത്ത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുന്ന ഈ ഫോണുകൾ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമല്ലേ? അപ്പൊ കോടതിയുടെ ഭാഗത്തു നിന്ന് ഫോണുകൾ എന്താണ് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടി വരില്ലേ?
തീർച്ചയായും ഫോണുകളിൽ എന്തൊക്കെ വിവരങ്ങളാണ് എന്നതിനെക്കുറിച്ച് പരിശോധന നൽകേണ്ടി വരും. എന്നാൽ അതിലും ഗുരുതരമായ ഒരു ആരോപണമായി ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിക്കുന്നത് ഈ ഫോണുകളെല്ലാം ഒറ്റയടിക്ക് എങ്ങനെ മാറ്റപ്പെട്ടു എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ ഈ പ്രതികൾ പരസ്പരം ആശയവിനിമയം നടത്തിയാണ് തീരുമാനിച്ചത്. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ദിലീപിന്റെ ഫോണും അനൂപിന്റെ ഫോണും സുരാജിന്റെ ഫോണും അപ്പുണ്ണിയുടെ ഫോണും അടക്കമുള്ള ഫോണുകളെല്ലാം ഒറ്റയടിക്ക് മാറ്റപ്പെടുന്നത് എന്ത് മാജിക്കാണ് എന്ന ഒരു കാര്യമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ചോദിക്കുന്നത്. എന്നാൽ ഈ ഫോണുകൾ ചോദിക്കുമ്പോൾ ഒറ്റ തവണയായി ചോദിച്ചപ്പോൾ തരാൻ തയ്യാറാവുന്നില്ല. നോട്ടീസ് അയച്ച് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ തയ്യാറാവുന്നില്ല. പിന്നീട് ഹൈക്കോടതി ഇടപെട്ട ഏതാണ്ട് ഒരാഴ്ചയിൽ ഏറെ നീണ്ട നിയമ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഈ ഫോണുകൾ കിട്ടുന്നത് പോലും. അപ്പോൾ എന്തോ മറയ്ക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഫോണുകൾ അപ്രത്യക്ഷമാക്കുകയും പിന്നീട് കോടതിയിൽ നിന്ന് നിൽക്കക്കളിയില്ലാതെ വന്നതോടുകൂടി തെളിവുകളും മറ്റും നശിപ്പിച്ച് ഒരുപക്ഷെ ഫോൺ തിരിച്ചെത്തിക്കുകയും ചെയ്തത്. എന്തായാലും സാധാരണഗതിയിലുള്ള സാങ്കേതികമായ പരിജ്ഞാനം ഉപയോഗിച്ച് വിദഗ്ധരുടെ സഹായത്തോടുകൂടിയൊക്കെ ഈ ഫോണിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ട രേഖകളും മറ്റുമൊക്കെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തവണ ഈ ഫോൺ ദിലീപ് നൽകിയിരിക്കുന്നത് മുംബൈയിലെ വലിയ വിദഗ്ധരുടെ അടുത്താണ്. അതുകൊണ്ട് മാറ്റപ്പെട്ടോ എന്ന് കണ്ടെത്താൻ കഴിയുമോ എന്ന് പോലും അന്വേഷണ സംഘത്തിന് ഉറപ്പില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ കേസിനെ അതീവ ഗൗരവമുള്ള കാര്യമായി മാറ്റുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ നേരിട്ട് നടൻ ദിലീപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത്. സാർ കുടുംബത്തോടെ സുഖമായി ജീവിക്കുകയാണല്ലേ എന്ന് ബൈജു പൗലോസിനോട് നടൻ ദിലീപ് ചോദിച്ചു എന്ന് ചോദിക്കുന്നു. അത് ഏറ്റവും വലിയൊരു ഗുരുതരമായ കാര്യമായി തന്നെ ഈ കോടതിയിൽ ഒരുപക്ഷെ കോടതി പരിഗണിക്കുന്ന കാര്യവുമാവാം. കാരണം ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനെ തന്നെ അതീവ സ്വാധീനമുള്ള സമ്പന്നനായ വിപുലമായ സൗഹൃദ വലയങ്ങളുള്ള ഒരു പ്രതി ഭീഷണിപ്പെടുത്തുന്നു. അയാൾ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വധശ്രമം ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകൾ പുറത്തു വരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെ നേരിട്ടൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്നു എന്നത് പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ഈ ഒരു ഗൂഢാലോചനയ്ക്ക് ഈ MG റോഡിലെ ഫ്ളാറ്റിൽ ഒരു ഗൂഢാലോചന നടന്നിരുന്നു, മേത്തർ ഫ്ളാറ്റിൽ ഒരു ഗൂഢാലോചന നടന്നിരുന്നു എന്നും DGP ഇപ്പോൾ പറയുന്നു. ഇതിന് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ തെളിവുകളുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു. ഏത് തരത്തിലുള്ള തെളിവുകളാണ് ഈ മേത്തർ ഫ്ളാറ്റിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ വീഡിയോ ഓഡിയോ തെളിവുകളല്ല, മറിച്ച് സാക്ഷികൾ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന മറുപടിയാണ് ഇപ്പോൾ DGP കോടതിക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ നീചമായ രീതിയിൽ ഈ ഉദ്യോഗസ്ഥരെ വകവരുത്താനുള്ള ഒരു ആലോചനയാണ് ദിലീപും കൂട്ടരും നടത്തിയിരുന്നതെന്നും അതിൻ്റെ കൂടുതൽ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏത് തരത്തിലാണ് നേരിട്ട് വകവരുത്തുമെന്ന് ഈ ദിലീപ് ഭീഷണിപ്പെടുത്തിയത് എന്ന് സംബന്ധിച്ച വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും മറ്റൊരു ഇടത്ത് വെച്ച് ഈ മേത്തർ ഫ്ളാറ്റിൽ വെച്ചിട്ടുണ്ടായ ഗൂഢാലോചനയെക്കുറിച്ചാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഭാഗം പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ധന്യവാദം. അതുപോലെ അനീഷ, ഇപ്പം ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടെന്നും, അതായത് ഗൂഢാലോചനയ്ക്ക് അപ്പുറം ദിലീപിനെതിരെ പല തെളിവുകളും ഉണ്ട് എന്നാണല്ലോ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ആ സാഹചര്യത്തിൽ ആ തെളിവുകളിലേക്കും പ്രത്യേകിച്ച് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ആ സമയത്ത് ബാലചന്ദ്രകുമാർ വധഭീഷണി ഉണ്ട് എന്ന് ഭയന്നിരുന്നു എന്നുള്ള അത്തരത്തിലുള്ള സാക്ഷികളെ, കൂടുതൽ സാക്ഷികളെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഇനി നടക്കുമോ? ഇന്ന് കോടതി ഒരു വിധിയിലേക്ക് എത്തുമ്പോൾ അത് എന്ത് വിധിയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഈ കേസിലേക്ക് എത്താൻ തന്നെയല്ലേ സാധ്യത? ധന്യ, ദിലീപിന്റെ പക്ഷം വാദിച്ചത് കേവലം സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ബാലേന്ദ്രകുമാർ ഹാജരാക്കിയിരിക്കുന്ന വ്യാജ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദിലീപിനെ ഇത്തരത്തിലൊരു കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് എന്നാണ്. കാരണം താൻ തൻ്റെ വീട്ടിൽ വെച്ച് സുഹൃത്തുക്കളും സഹോദരങ്ങളുമൊക്കെയായി പല സന്ദർഭങ്ങളിലായി നടത്തിയ സംഭാഷണങ്ങൾ അടർത്തിയെടുത്ത് എഡിറ്റ് ചെയ്ത ശേഷം അത് തനിക്കെതിരായ ഒരു ശബ്ദരേഖയായി മാറ്റുകയാണ് ബാലേന്ദ്രകുമാർ ചെയ്തത് എന്ന ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. മറ്റ് ഒരു തരത്തിലുമുള്ള തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ അത്തരത്തിലല്ല, കൃത്യമായ തെളിവുകൾ, അനുബന്ധമായ മറ്റു തെളിവുകളും ഈ കേസിലുണ്ട് എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമുള്ളത് ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. അതാണ് ഒന്നാം
തെളിവായി പരിഗണിക്കുക. കാരണം ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരു സാക്ഷി എന്നാണ് പ്രോസിക്യൂഷൻ ബാലചന്ദ്രകുമാറിനെ വെളിപ്പെടുത്തുന്നത്. മറ്റ് മുൻ കുറ്റകൃത്യങ്ങളുടെ കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ദിലീപിനെതിരെ രംഗത്ത് വരേണ്ടതില്ല. മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുള്ള ആളുമൊന്നുമല്ല ബാലചന്ദ്രകുമാർ. ബാലചന്ദ്രകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു പറഞ്ഞതുകൂടി ബാലചന്ദ്രകുമാറിനെതിരെ പോലും ഭീഷണി വന്നു. ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ പോലും ചോദിച്ചു, ദിലീപ് നമ്മളെ കൊല്ലുമോ എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിലെ വെളിപ്പെടുത്തലുകൾ നടത്തുകയും പോലീസ് നടത്തുന്ന അന്വേഷണത്തിനോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന തീരുമാനത്തിലേക്ക് ബാലചന്ദ്രകുമാർ എത്തുകയും ചെയ്തത്. ഇവിടെയാണ് അടുത്ത ഘട്ട തെളിവായി വരുന്നത് ശബ്ദരേഖകളും മറ്റുമൊക്കെ. ദിലീപ് പറയുന്നത് പലപ്പോഴും ഈ വീട്ടിനുള്ളിൽ വെച്ച് ഈ സഹോദരങ്ങളും ബന്ധുക്കളുമൊക്കെയായി നടത്തിയ സംഭാഷണങ്ങൾ എങ്ങനെ ഗൂഢാലോചനയായി മാറും. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളെ യൂട്യൂബിൽ കണ്ടപ്പോൾ അനുഭവിക്കേണ്ടി വരും എന്ന ഒരു ശാപവാക്ക് തൻ്റെ വായിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. അതൊരു ശാപവാക്ക് മാത്രമാണ്, ഗൂഢാലോചനയുടെ ഭാഗമായല്ല. ജയിലിൽ നിരവധി ദിവസങ്ങൾ കിടന്ന ഒരാൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ മാനസിക പീഡനങ്ങൾ അനുഭവിച്ച ഒരാളുടെ സ്വാഭാവികമായൊരു ശാപവാക്കായി മാത്രമേ ഇതിനെ കണക്കാക്കാൻ കഴിയൂ എന്ന വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ വാദം പൊളിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സാക്ഷി ബാലചന്ദ്രകുമാർ തന്നെയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. വിശ്വാസയോഗ്യമായ ഒരു സാക്ഷി മൊഴി ഉണ്ടെങ്കിൽ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി വിശ്വാസയോഗ്യമായ ഒരു സാക്ഷി ഉണ്ടെങ്കിൽ ആ കേസിൽ ശിക്ഷ ലഭിക്കുന്നതിന് വരെ പോലും സാധ്യതയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത്തരത്തിലെ നേരിട്ടുള്ള ദൃക്സാക്ഷി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ശബ്ദരേഖകളടക്കമുള്ള തെളിവുകളുണ്ട് എന്ന് കോടതിയിൽ പറയുന്നു. ഇതിനൊപ്പമാണ് ഈ MG റോഡിലുള്ള മേത്തർ ഫ്ളാറ്റിൽ വെച്ച് ഈ പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്തുന്നുള്ള ഒരു ആലോചന നടത്തിയത്. അതിനും കൃത്യമായ സാക്ഷിമൊഴി ഉണ്ട് എന്ന് കോടതിയിൽ പറയുന്നു. ഇതിന് പിന്നാലെയാണ് 7 ഫോണുകൾ ഒരുമിച്ച് പ്രതികൾ കൂട്ടത്തോടെ അവരുടെ ഫോണുകൾ മാറ്റി പിന്നീട് ഈ ഫോണുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്തത്. ധന്യവാദം. ശരി അനീഷ, തിരിച്ചു വരാം. ഇടവേള. ഗൂഢാലോചന കേസിൽ വാദം തുടരുകയാണ്. പ്രോസിക്യൂഷന്റെ വാദം തുടരുന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ധന്യ, ഇപ്പോൾ വാദങ്ങൾ ഏതാണ്ട് ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ചില സൂചനകൾ ഉണ്ട്. കാരണം ഈ പ്രതികൾക്കൊരു തരത്തിലും ജാമ്യം നൽകരുത് എന്ന ആവശ്യമാണ് ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ സാക്ഷി മൊഴികൾ, മറ്റ് ഡിജിറ്റൽ തെളിവുകൾ, ഫോണുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഈ പ്രതികൾക്ക് ഒരു തരത്തിലും ഒരു ജാമ്യം അനുവദിക്കരുത്, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള അനുമതി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന വാദമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു തരത്തിലുമുള്ള ഉത്തരവുകൾ ഉണ്ടാവരുത്. പ്രതികൾ അത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യകാല ഇടക്കാല ഉത്തരവിൽ നൽകിയതുപോലെ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു തരത്തിലുമുള്ള ഉത്തരവുണ്ടാവല് മുൻകൂർ ജാമ്യാപേക്ഷ പൂർണ്ണമായും തള്ളണം എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോടതിയിൽ ഈ പ്രോസിക്യൂഷൻ പറയുന്നത്. ശരി, അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ദിലീപ് ബുദ്ധിമാനായ കുറ്റവാളി എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. വാദത്തിന്റെ അവസാന ഭാഗം നടക്കുകയാണ്. അനീഷ, എപ്പോഴത്തേക്കായിരിക്കും വിധി വരുന്നത്? ധന്യ, ഇന്ന് വിധി ഉണ്ടാകുമോ എന്ന കാര്യം നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് 2 മണിക്കൂറോളം ഇന്നലെ പ്രതിഭാഗം വാദം നടത്തിയിരുന്നു. ഇപ്പോൾ 1.5 മണിക്കൂറോളം പ്രോസിക്യൂഷൻ വാദം നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ പ്രോസിക്യൂഷൻ്റെ വാദം അവസാനിപ്പിച്ചു എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. എന്തായാലും ആദ്യത്തെ വാദമുഖങ്ങൾ അവതരിപ്പിച്ച ശേഷം പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് എന്ന് DGP പറയുന്നു. അതുകൊണ്ട് പ്രതിക്ക് സംരക്ഷണം നൽകുന്ന ഒരു തരത്തിലുമുള്ള ഉത്തരവ് ഈ കേസിൽ ഉണ്ടാവരുത്. ആദ്യ ഇടക്കാല ഉത്തരവിൽ പ്രതിക്ക് അറസ്റ്റിൽ നിന്നും പ്രതിരോധം നൽകിയത് കേസിന്റെ അന്വേഷണത്തെ വളരെ ദോഷകരമായി ബാധിച്ചു. അതുകൊണ്ട് ഇത്തരം മുൻകൂർ അറസ്റ്റിനുള്ള പ്രതിരോധം ഒഴിവാക്കണം, ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണം എന്ന ആവശ്യമാണ് DGP മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഇന്ന് തന്നെ വിധി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഈ പ്രതിഭാഗത്തിൻ്റെയും വാദിഭാഗത്തിൻ്റെയും വാദങ്ങൾ ഈ കോടതി കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കോടതി അടിയന്തരമായ ഒരു ഉത്തരവ് ഇറക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല.
ചിലപ്പോൾ ഒരുപക്ഷെ ഈ കേസിന് അനന്തമായി അനിശ്ചിതമായി ദിവസങ്ങളോളം നീളുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ ദിവസങ്ങളിലേക്ക് ഈ ഹിയറിംഗ് നീട്ടിക്കൊണ്ടു പോകണമോ എന്ന കാര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുത്തേക്കും. കാരണം ഏതാണ്ട് 2 ആഴ്ച പിന്നിടുന്നു ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കോടതി കേൾക്കാൻ തുടങ്ങിയിട്ട്. 2 ശനിയാഴ്ചകളിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയിരുന്നു. ഫോണുകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് പോലും ഏതാണ്ട് ദിവസങ്ങളോളം നീണ്ട വാദം നടന്നിരുന്നു. പിന്നീട് ആലുവ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അത് ചുമതലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഇന്നലെ തന്നെ കോടതി പറഞ്ഞിരുന്നു ഈ കേസ് ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിന് താല്പര്യമില്ല. സമൂഹത്തിൽ പല വിധത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. കോടതിയെ അപകീർത്തിപ്പെടുത്തിയുള്ള ചർച്ചകൾ നടക്കുന്നതായി ദിലീപ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കോടതി ഇതിനെ വകവയ്ക്കുന്നില്ല എന്ന തരത്തിൽ തന്നെ പരാമർശമുണ്ടായി. ഇന്നും കോടതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ വാദം തുടങ്ങുമ്പോൾ തന്നെയും അധികം സമയം ഈ കേസുമായി ബന്ധപ്പെട്ട് പാഴാക്കാൻ ഇനി ഇല്ല എന്ന വാദവും മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വിധി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്കൊരു കൃത്യമായ വിവരം നൽകാൻ കഴിയില്ല. എന്തായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പ്രതിഭാഗത്തിൻ്റെ വാദം പൂർത്തിയായി. ഏതാണ്ട് പ്രോസിക്യൂഷൻ്റെ വാദവും അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധന്യവാദം. ശരി, ബാലചന്ദ്രകുമാറിന്റെ മൊഴി ഗൂഢാലോചനയ്ക്ക് തെളിവ് എന്ന് പറയുമ്പോഴും മറ്റ് തെളിവുകൾ, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഡിജിറ്റൽ തെളിവുകളൊക്കെ എത്തിക്കേണ്ടി വരില്ലേ? പ്രത്യേകിച്ച് ഈ ഫോണുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ശേഷമാകില്ലേ കോടതി വിധി പറയുക? നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട ഫോണുകൾ പരിശോധിച്ചിട്ട് നമുക്ക് വാദം കേൾക്കാം എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച ഈ കേസ് മാറ്റിവെച്ചത്. പക്ഷേ ഈ ഫോണുകൾ പരിശോധിക്കുക എന്നത് അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുക എന്ന നടപടിക്രമം പിന്നീട് അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫോൺ എത്തിച്ചെങ്കിൽ പോലും ആദ്യ ദിവസം ഫോൺ ആര് പരിശോധിക്കണം, ആ ഫോൺ ഏത് രീതിയിൽ പരിശോധിക്കണം എന്നത് സംബന്ധിച്ച ഒരു വാദപ്രതിവാദങ്ങൾ നടന്നു. പിന്നീട് 2 ദിവസത്തെ വാദം കേട്ട ശേഷം കോടതി ആലുവ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിനോട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറഞ്ഞു. ആർക്ക് നൽകണം എന്ന കാര്യത്തിലും മജിസ്ട്രേറ്റിന് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഈ കോടതിയിൽ എത്തി അന്വേഷണ സംഘം അപേക്ഷ നൽകിയെങ്കിലും ഈ ഫോണിൻ്റെ ലോക്ക് പാറ്റേണുകൾ നൽകണമെന്ന നിർദ്ദേശം നൽകി. എന്നാൽ ലോക്ക് പാറ്റേണുകൾ നൽകിയാലും ഈ കോടതിയിൽ വെച്ച് ഈ ഫോണുകൾ തുറന്നു നോക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലേക്ക് പ്രതിഭാഗം എത്തിയതോടുകൂടി പിന്നീട് അവിടെ നിന്നും ഒരു ദിവസത്തേക്ക് തീരുമാനം മാറ്റുകയും അടുത്ത ദിവസം ഫോൺ അൺലോക്ക് ചെയ്യാതെ തന്നെ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഒരു ദിവസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ ഫോണിൻ്റെ കാര്യത്തിൽ പോലും ഒരാഴ്ചയോളം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. ഇനി ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ പൂർത്തിയാവാൻ അധിക ദിവസം മുന്നിലില്ല. തുടരന്വേഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഈ വിചാരണ കോടതി നൽകുകയും ചെയ്തു. അതുകൊണ്ട് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം തിരക്ക് പിടിച്ച ദിനങ്ങളാണ്. എത്രയും പെട്ടെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഫോണിൻ്റെയും മറ്റും പരിശോധനാ ഫലം തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിയ ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം എന്ന് കരുതിയാൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഫോൺ പരിശോധന ഫലത്തിനൊന്നും കാത്തു നിൽക്കാതെ ഈ ദിലീപിൻ്റെ മുൻകൂർ ജാമ്യം അപേക്ഷ തള്ളണം, അറസ്റ്റിനുള്ള പ്രതിരോധം മാറ്റണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഫോൺ രേഖകളൊക്കെ പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇനി പൂർണ്ണമായ തെളിവുകൾ കിട്ടുമോ എന്ന ആശങ്ക അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം ഈ FIR രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ ഈ ഫോണുകൾ പൂർണ്ണമായി പ്രതികൾ മാറ്റിയിരുന്നു. അവ പിന്നീട് പുറത്തേക്ക് പരിശോധനയ്ക്കായി അയക്കുന്ന എന്ന പേരിൽ തെളിവുകൾ നശിപ്പിക്കാൻ ഒരുപക്ഷെ അയച്ചതാവാം എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും വിദഗ്ധരായ ആളുകളെ കൊണ്ട് ഈ ഫോണുകളിലെ കൈകാര്യം ചെയ്യിച്ചതിനാൽ ഒരുപക്ഷെ ഈ രേഖകൾ നശിപ്പിച്ചതിന് പോലും തെളിവുകൾ കണ്ടെത്താൻ കഴിയുമോ എന്നൊരു ആശങ്കയും അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ഓരോ മണിക്കൂറും വിലയേറിയതാണ്. ഈ വിലയേറിയ മണിക്കൂറുകളിൽ ഫോണിൻ്റെ പേരിലോ മറ്റു കാര്യങ്ങളുടെ പേരിലോ ഒന്നും അറസ്റ്റ് തടയരുത്. എത്രയും പെട്ടെന്ന് പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ ഈ കേസിൻ്റെ ഗുണകരമായ അന്വേഷണവുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന വാദം തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ധന്യവാദം. ശരി അനീഷ, തിരിച്ചു വരാം. ഇടവേള. പ്രോസിക്യൂഷന്റെ വാദം കോടതിയിൽ പുരോഗമിക്കുകയാണ്. ദിലീപ് ബുദ്ധിമാനായ കുറ്റവാളിയെന്നും കേസ് അസാധാരണ സ്വഭാവമുള്ളതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നു. തന്ത്രപൂർവ്വം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഗൌരവതരമായ കുറ്റമാണ് ദിലീപിനെതിരെ ഉള്ളതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൌലൂസിന് ബാലചന്ദ്രകുമാറുമായി യാതൊരു ബന്ധവുമില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. വാദത്തിനിടെ ദിലീപിന്റെ അഭിഭാഷകൻ ഇടപെടുന്നതിനെ DGP എതിർത്തു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ, കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ.
ധന്യ, ഇപ്പോൾ ഈ വാദം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നടപടിക്രമങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പ്രതികളുടെ കസ്റ്റഡി അനിവാര്യമാണ് എന്ന ഒരു വാദമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നേരത്തെ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും പുറപ്പെടുവിച്ചിരുന്നു. ഇതേ തുടർന്ന് കൃത്യമായ നിസ്സഹകരണമാണ് കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 3 ദിവസങ്ങളായി 33 മണിക്കൂർ പ്രതികളെ ചോദ്യം ചെയ്യാൻ അവസരം ലഭിച്ചെങ്കിൽ പോലും കൃത്യമായ വിവരങ്ങൾ പ്രതികൾ പുറത്തു നിൽക്കുന്നില്ല. ഒപ്പം അവരുടെ ഡിജിറ്റൽ തെളിവുകൾ അവർ പരമാവധി മറയ്ക്കുന്നതിനുള്ള ശ്രമം നടത്തി. ഏതാണ്ട് ഫോൺ അന്വേഷണ സംഘത്തിന്റെ കൈവശം എത്താൻ പോലും ഏതാണ്ട് 1.5 ആഴ്ചയോളം ആ സമയം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ 6 ഫോണുകൾ കോടതിയിൽ കൈമാറിയെങ്കിൽ പോലും പിന്നീട് ആ ഫോണിൻ്റെ പാറ്റേണുകൾ നൽകുന്നതിനായി വീണ്ടും വെച്ച് താമസിപ്പിച്ചു. ഇത്തരത്തിൽ ഓരോ സാഹചര്യത്തിലും കൃത്യമായ ഒരു താമസമുണ്ടാക്കൽ പ്രക്രിയ ഈ ദിലീപിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അറസ്റ്റ് ഒരു സംരക്ഷണ കവചമായി ഈ മാറരുത് എന്നും പറയുന്നു. ഈ ഇടക്കാല ഉത്തരവിന്മേൽ കിട്ടിയ സംരക്ഷണത്തിൻ്റെ മറവിലാണ് ഈ പ്രതികൾ പൂർണ്ണമായും തെളിവുകൾ നശിപ്പിക്കാൻ ഇടയാക്കിയത്. ഈ ഓരോ നിമിഷവും ദിലീപ് പുറത്തു നിൽക്കുന്ന ഓരോ നിമിഷവും തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നുവെന്നും കോടതി പറയുന്നു. ഇത്തരമൊരു അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവിൻ്റെ മറവിലാണ് ഈ ഫോണുകൾ മുംബൈയിലേക്ക് അയച്ചത്. ഒപ്പം അന്വേഷണവുമായി ഒട്ടും സഹകരിച്ചില്ല. ലോക്ക് പാറ്റേണുകൾ നൽകാൻ ആവില്ല എന്ന് പറഞ്ഞു പോലും 2 ദിവസത്തേക്ക് നടപടിക്രമങ്ങൾ വൈകിച്ചു. ഒരു മജിസ്ട്രേറ്റിനെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിലെടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഒരു തരത്തിലുള്ള ഇളവുകളും ദിലീപിന് നൽകരുത്. വളരെ ഗൗരവതരമായ അതീവ സങ്കീർണമായ ഒരു കേസാണ്. അതുകൊണ്ട് ഈ പ്രതിക്ക് നൽകുന്ന ഓരോ ഇളവുകളും കേസിൻ്റെ അന്വേഷണത്തെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് പറയുന്നു. ഒരു ശാപവാക്കായി മാത്രമൊന്നും ദിലീപിൻ്റെ കാര്യങ്ങളെ കരുതാൻ കഴിയില്ല. വീട്ടിൽ ഇരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊരു കൃത്യമായ ഗൂഢാലോചന സ്വഭാവമുണ്ടായിരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് കൃത്യമായ ഫോൺ സന്ദേശങ്ങൾ തെളിവുണ്ട്. MG റോഡിലെ മേത്തർ ഫ്ളാറ്റിൽ ഈ സംബന്ധിച്ച പ്രതികൾ ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു. ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട സാക്ഷിയുടെ തെളിവുകളുണ്ട്. ദിലീപിൻ്റെ ഏറ്റവും അടുത്ത തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടുജോലിക്കാരുമായി ബന്ധപ്പെട്ട് പോലുമുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിനകം ലഭിച്ചു കഴിഞ്ഞെന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിക്കുന്നു. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയ ഓരോ ഇളവുകളും ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതിയാണ് ഇതുവരെ അന്വേഷണത്തിൽ കണ്ടിരുന്നത്. പുറത്തുനിന്ന ഓരോ നിമിഷവും തെളിവുകൾ നശിപ്പിക്കാനുള്ള ഇടപെടലുകൾ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട കേരളം കണ്ട ഏറ്റവും പ്രമാദ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ ബൈജു കെ പൗലോസിനെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോലും പ്രതി കരുത്തനായി മാറി. അതായത് സാറും കുടുംബവും സ്വസ്ഥമായി ജീവിക്കുക അല്ലേ എന്ന ഒരു ചോദ്യം ദിലീപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറയുമ്പോൾ നേരിട്ടൊരു ഭീഷണിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് നേരെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ സ്വാധീനമുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ ഇനിയും പുറത്തു നിന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. കേവലം ബാലേന്ദ്രകുമാർ പുറത്തു കൊണ്ടുവന്ന അല്ലെങ്കിൽ ബാലേന്ദ്രകുമാറിൻ്റെ മൊഴികളിൽ പുറത്തേക്ക് വന്നിരിക്കുന്ന ശബ്ദരേഖകൾ മാത്രമല്ല ഈ കേസിൽ തെളിവായി ഈ പ്രോസിക്യൂഷൻ ഉയർത്തിക്കാട്ടുന്നത്. നിരവധി തെളിവുകൾ നേരത്തെ മുദ്രവെച്ച കവറിൽ കോടതിക്ക് നൽകിയിരുന്നു. കോടതി ആ തെളിവുകളെ അതീവ ഗൗരവമുള്ള കണക്കുകൾ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പിന്നീട് മുന്നോട്ട് വരുമ്പോൾ ഒരു തെളിവുകളില്ലാത്ത കേസെന്ന് പ്രതിഭാഗം വാദിക്കുമ്പോൾ ഏറെ തെളിവുകളുള്ള ദൃക്സാക്ഷികളുള്ളൊരു കേസ് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായൊരു നടപടി ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാവണം. ഈ കേസിൻ്റെ അന്വേഷണം സുഗമമായി മുന്നോട്ട് നീങ്ങണമെങ്കിൽ അതിന് കോടതിയുടെ സഹകരണമുണ്ടായി പ്രതിക്ക് അറസ്റ്റിന് നൽകിയിരിക്കുന്ന എല്ലാ പ്രതിരോധവും പിൻവലിക്കണം. നേരത്തെ കോടതിയുടെ ശക്തമായ നിബന്ധനകളുടെ പശ്ചാത്തലത്തിലാണ് 3 ദിവസം മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ ചോദ്യം ചെയ്യാൻ പോലീസിന് അവസരം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും കാര്യക്ഷമമായി ജോലി നോക്കുന്ന ഒരു പറ്റം പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിലെ പ്രതികളാണ് ഇവർക്ക് മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്ത് കുറ്റവാസനയുള്ളവരാണ്. ബുദ്ധിമാനായ കുറ്റവാളിയാണ് ദിലീപ്. സ്വന്തം
സ്വന്തം കൂടെ പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകയായ നടിയെ ബലാത്സംഗം ചെയ്ത ശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി കൊട്ടേഷൻ നൽകിയ ആളാണ് ദിലീപ്. അതുകൊണ്ട് IPC ചമച്ചവർ പോലും, IPCയിലെ നിയമങ്ങൾ ഉണ്ടാക്കിയവർ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും അതിനുള്ള പോംവഴികളും കണ്ടെത്തുന്ന ആളാണ് ദിലീപ്. അതുകൊണ്ട് ദിലീപിന് ഒരു തരത്തിലുമുള്ള ഒരു ഇളവ് കോടതിയുടെ ഭാഗത്തു നിന്നും നൽകരുത്. ബാലേന്ദ്രകുമാറിന്റെ കുടുംബത്തിനടക്കം ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ ബാലേന്ദ്രകുമാറിന്റെ കുടുംബത്തിനടക്കം ഭീഷണി ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ചോദിക്കുന്നു, ദിലീപ് നമ്മളെ വധിക്കുമോ എന്ന്. ഇത്തരത്തിൽ ഈ ദിലീപുമായി അടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും അവരുടെ ജീവന് ഭീഷണി എന്ന രീതിയിൽ കണക്കാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരായ ബൈജു പോലീസിനെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. സുദർശനന്റെ കൈകൾ വെട്ടും, അതായത് സുദർശനൻ ആണ് ദിലീപിനെ കൈവച്ചത്, അതുകൊണ്ട് ദിലീപിനെ കൈവച്ചയാളുടെ കൈവിട്ടും എന്ന് പറയുന്നു. ഒപ്പം ആലുവ പോലീസ് ക്ലബിന് സമീപത്തൂടെ ഏത് സമയത്ത് കടന്നു പോകുമ്പോഴും പച്ചയ്ക്ക് കത്തിക്കണം എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത്തരത്തിൽ ഓരോ സാഹചര്യത്തിലും ഇത്തരത്തിൽ തന്നെ ബുദ്ധിമുട്ടിച്ച ആളുകളെ വകവരുത്തണമെന്ന ഒരു മാനസിക നില ദിലീപിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതുകൊണ്ട് ദിലീപിന്റെ വീട്ടിൽ നടന്നത് കേവലം ഒരു ശാപവാക്കുകളായി മാത്രം കണക്കാക്കാനാവില്ല. അത് വളരെ ഗൗരവമുള്ള ഗൂഢാലോചനയാണ് എന്ന കാര്യം തന്നെയാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പമാണ് ഈ ബാലേന്ദ്രകുമാറിന്റെ തെളിവും ഈ മേത്തർ ഫ്ളാറ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾക്കും അപ്പുറമാണ് പിന്നീട് ഒറ്റയടിക്ക് ഈ ഫോണുകൾ പ്രതികൾ മാറ്റിയതിനെക്കുറിച്ച് പ്രോസിക്യൂഷൻ പരാമർശിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ, FIR ഇട്ട് കഴിഞ്ഞപ്പോൾ പൊടുന്നനവെയാണ് എല്ലാ പ്രതികളുടെയും ഫോണുകൾ ഒരേപോലെ മാഞ്ഞു പോകുന്നു. ഈ ഫോണുകളെല്ലാം ഒരേപോലെ മാറ്റി പുതിയ ഫോണുകളിലേക്ക് പ്രതികൾ കടക്കുന്നു. പിന്നീട് ആ ഫോണുകൾ ഒരു പരിശോധനയ്ക്കെന്ന പേരിൽ മുംബൈയിലേക്ക് അയക്കുന്നു. മുംബൈയിലേക്ക് അയച്ച ഫോണുകൾ പിന്നീട് കേരളത്തിലേക്ക് എത്തുന്നു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഫോണുകൾ നൽകരുത്, അന്വേഷണ സംഘത്തിന് നൽകരുത് എന്ന് ചൂണ്ടിക്കാട്ടി വലിയ വാദമുഖങ്ങൾ, തടസ്സങ്ങൾ ഉന്നയിക്കുന്നു. അതിനുശേഷം ആലുവ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഫോണുകൾ കൈമാറാൻ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടാകുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും ആലുവ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ ഫോണുകൾ പരിശോധിക്കുന്നതിൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നു. അവിടെ ലോക്ക് പാറ്റേണുകൾ നൽകാതെ നിസ്സഹകരിക്കുന്നു. ഫോൺ തുറക്കാൻ മജിസ്ട്രേറ്റിനെ പോലും വിശ്വാസമില്ല എന്ന് പരസ്യമായി പറയേണ്ടി വരുന്നു. ഇത്രയധികം പ്രതിബന്ധങ്ങൾ താണ്ടിയാണ് അന്വേഷണ സംഘത്തിന് ഈ ഫോൺ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ലാബിന് പരിശോധനാ ഫലങ്ങൾ എത്ര ദിവസത്തിനുള്ളിൽ വരും എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരങ്ങൾ, അതിൻ്റെ ഒരു സാഹചര്യം വിശദമാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് അനിശ്ചിതമായ കാലയളവിലേക്ക് ഫോണിലെ വിശദാംശങ്ങൾ വരുന്നത് വരെയൊക്കെ ഈ പ്രതികൾക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നൽകുന്നത് ഈ കേസ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടാൻ ഇടയാവും. നേരത്തെ തന്നെ 3 ദിവസം മാത്രമാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള അവസരം പ്രോസിക്യൂഷൻ നൽകിയത്. അതുകൊണ്ട് തന്നെ കാര്യമായ വിവരങ്ങൾ അനാവരണം ചെയ്യപ്പെടാൻ ഈ ചോദ്യം ചെയ്യലിലൂടെ സാധിച്ചില്ല. പൂർണ്ണമായ നിസ്സഹകരണമാണ് പ്രതികളുടെ ഭാഗത്തു നിന്നും ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുണ്ടായത്. അത് തീർച്ചയായും ഈ ഹൈക്കോടതി നൽകിയ അറസ്റ്റ് പ്രതിരോധിച്ചുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവിനെ തുടർന്നാണ്. അതുകൊണ്ട് ഇനിയും ഇത്തരമൊരു ഉത്തരവ് നൽകിയാൽ, അല്ലെങ്കിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യ ഹർജിയിൽ ഒരു അനുകൂലമായ തീരുമാനം നൽകിയാൽ അത് ഈ കേസിനെ തന്നെ അട്ടിമറിക്കപ്പെടും. അത് ഈ കേസിനെ ദുർബലമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള മുൻകൂർ ജാമ്യം പോലുള്ള നടപടികൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന അവസാന അഭ്യർത്ഥനയാണ് ഇപ്പോൾ DGPയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ധന്യവാദം. അനീഷ, വരും ദിവസങ്ങൾ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമുള്ളതാകാനാണ് പോകുന്നത്? കൂടുതൽ തെളിവുകൾ ആവശ്യമായി വരും. ഇപ്പോൾ വാദിച്ചിരിക്കുന്ന, കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വാദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെളിയിക്കേണ്ട ഒരു വലിയ കാര്യത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കേണ്ടതില്ലേ? ഇനി എന്തായിരിക്കും അന്വേഷണത്തിന്റെ മുമ്പോട്ടുള്ള പോക്ക്? എങ്ങനെയായിരിക്കും? തീർച്ചയായും അന്വേഷണ സംഘത്തിന് മുമ്പാകെ വലിയ ഒരു വെല്ലുവിളികളുള്ള സമയമാണ്. കാരണം ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഇതേ അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ DYSP ബൈജു പൗലൂസിന്റെ വാദം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാദം ഉണ്ട്. അദ്ദേഹത്തെ പ്രോസിക്യൂഷന് വിസ്താരം നടത്തണം, പിന്നീട് പ്രതിഭാഗത്തിന് വിസ്താരം നടത്തണം. ഈ കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടിക്രമങ്ങൾ ആ വശത്ത് പുരോഗമിക്കുമ്പോൾ ഈ കേസിൽ നിരവധി സാക്ഷികളെയാണ് ഈ ദിലീപ് കൂറുമാറ്റിയതായി നേരത്തെ തന്നെ ആരോപണം ഉയരുന്നത്. അത്
ഈ പണം ഉപയോഗിച്ചും മറ്റു ഉന്നതരായ വ്യക്തികളുടെ സ്വാധീനം ഉപയോഗിച്ചുമൊക്കെ പലരെയും കൂറുമാറ്റാൻ ശ്രമിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 2 FIRകൾ ഇതിനകം ഈ പ്രോസിക്യൂഷൻ തയ്യാറാക്കിയിട്ടുമുണ്ട്. ഈ പോലീസ് സ്റ്റേഷനുകളിൽ കേസും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൂറുമാറ്റം എന്നത് കേവലം ഈ ദിലീപിനോട് അനുകൂലം നിലപാട് പ്രകടിപ്പിക്കുന്നവർ മാത്രമല്ല, അവരെ സ്വാധീനിച്ച് കൂറുമാറ്റിയതാണ് എന്ന ഗുരുതരമായ ആരോപണം ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. പക്ഷേ ഒരുപക്ഷെ ഈ കേസ് അന്വേഷിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന ഒരു പ്രതീക്ഷ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് കാണുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ അക്കാര്യം ഒരു ഗൂഢാലോചനയായി തന്നെ പ്രതിഭാഗം നേരത്തെ കോടതിയിൽ അവതരിപ്പിച്ചിരുന്നു. കാരണം ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ കേസിൽ വഴി ആ കേസിലേക്കുള്ള തെളിവുകൾ സമാഹരിക്കുന്നതിനുള്ള നീക്കം പ്രോസിക്യൂഷൻ നടത്തുന്നു എന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ തീർച്ചയായും ഈ ഫോണുകളും മറ്റും പരിശോധിക്കുമ്പോഴൊക്കെ അത്തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ബാലേന്ദ്രകുമാർ പറഞ്ഞത് ദിലീപ് സ്വന്തം വീട്ടിൽ വെച്ച് ടാബിനുള്ളിലിട്ട് ഈ നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ കണ്ടു എന്നതാണ്. നമുക്കറിയാം ഈ കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനി പകർത്തിയ ദൃശ്യങ്ങളായിരുന്നു ഇത്. ആ ദൃശ്യങ്ങൾ കൊട്ടേഷൻ ഏൽപ്പിച്ച ആളെന്ന നിലയിൽ ദിലീപിൻ്റെ കയ്യിലേക്ക് എത്തിച്ചിരുന്നു എന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ ദിലീപ് കാണുക ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ദിലീപിൻ്റെ കൈവശം ആ ദൃശ്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഫോണുകളിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് വളരെ ദോഷകരമായി കേസിന് ദിലീപിനെ ബാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ തെളിവായി, ഏറ്റവും മൂല്യമേറിയ തെളിവായി അത് മാറും. അത്തരത്തിലുള്ള എന്തെങ്കിലും തെളിവുകൾ ദിലീപിൻ്റെ ഫോണിൽ നിന്ന് ലഭിക്കുമോ എന്ന കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ കേസിലെ സാക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ഈ ഫോൺ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഈ ദിലീപിനേക്കാൾ ഉപരി ദിലീപിൻ്റെ സഹോദരൻ്റെ ഫോണിൽ നിന്നും മറ്റു സുഹൃത്തുക്കളുടെ ഫോണിൽ നിന്നുമൊക്കെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ഫോൺ കോളുകളും സന്ദേശങ്ങളും എങ്ങനെ സാക്ഷിമൊഴി നൽകണം എന്നത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങളുമൊക്കെ നൽകിയിരുന്നതായുള്ള വെളിപ്പെടുത്തലുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഈ ഫോണുകളിൽ ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഈ ഫോണിൽ നിന്ന് ലഭിച്ച മറ്റ് സന്ദേശങ്ങൾ പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, എന്തെങ്കിലും പണം നൽകിയാണോ ഈ പ്രതികളെ മറ്റു സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്ന രീതിയിലുള്ള ഇടപെടലുകൾ. അതുകൊണ്ട് ഈ ഫോൺ പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന ഏത് തെളിവുകളും അന്വേഷണത്തിന് ഒരു മുതൽക്കൂട്ടാവും എന്നൊരു കണക്കൂട്ടിൽ തന്നെ ഈ ക്രൈംബ്രാഞ്ചിന് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതാണ് ഒരു വശത്ത് നിൽക്കുന്നത്. മറ്റൊരു വശത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുറത്തു വരുമ്പോൾ അത് ദിലീപിന് അങ്ങേയറ്റം ദോഷകരമാവുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് തടയുന്ന ഓരോ മണിക്കൂറും ഈ കേസിനെ ഏറ്റവും ദുഷ്കരമായി ബാധിക്കുന്നത് എന്ന് പ്രോസിക്യൂഷൻ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നു. പഴയ കോടതി വിധി, കാരണം 3 ദിവസം മാത്രം ചോദ്യം ചെയ്താൽ മതി എന്നുള്ള വിധി, ഒപ്പം ഈ ഫോൺ ഏറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില പരാമർശങ്ങൾ, ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദിലീപിന് ഗുണകരമായി. പക്ഷേ മറുവശത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശമാണ് വിചാരണ കോടതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു അനുബന്ധ കേസ് എന്ന നിലയിൽ സമയബന്ധിതമായി ഈ കേസിലെ തെളിവുകൾ ശേഖരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ 1 മാസത്തിനുള്ളിൽ വിചാരണ കോടതിക്ക് ഈ തെളിവുകൾ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതി ഈ കാര്യങ്ങൾ ഒരു അനുബന്ധ തെളിവെന്ന രീതിയിൽ പരിഗണിക്കാതെ വരികയും അത് ആകെയുള്ള കേസിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ ഒരു തന്ത്രം മാത്രമാണ് വിചാരണ കോടതി തെളിവുകൾ നൽകേണ്ട അവസാന തീയതിക്കുള്ളിൽ ഒരു തെളിവും നൽകാതിരിക്കാൻ കഴിയുന്നത്ര മാർഗങ്ങൾ നോക്കുക എന്നതാണ് ദിലീപ് കൈക്കൊള്ളുന്ന മാർഗമെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിചാരണ അവസാനിക്കാൻ ഒരുങ്ങുന്നു, ഈ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറേണ്ട സമയപരിധി അവസാനിക്കാൻ പോകുന്നു. ഈ 2 സമയപരിധിക്കുള്ളിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് വേണം അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ. അതിന് ദിലീപ് പുറത്തു നിൽക്കുന്നത് ഒട്ടും ഹിതകരമല്ല. ആ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ് ദിലീപിൻ്റെ ഈ അറസ്റ്റ് തടഞ്ഞുള്ള ഈ കോടതിയുടെ ഉത്തരവ്. അതുകൊണ്ട് അറസ്റ്റിനുള്ള പ്രതിരോധം എടുത്തു മാറ്റി ഈ കേസിൻ്റെ അന്വേഷണം വളരെ സമഗ്രമായി കൃത്യമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള ജാമ്യ ഹർജികളിൽ തീരുമാനമെടുക്കുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രതികരണം സമൂഹത്തിനെ ഏത് രീതിയിലേക്കാണ് നയിക്കുക എന്ന ഒരു കണക്കൂട്ടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന ഒരു കാര്യവും DGP കോടതിയുടെ മുന്നിൽ അഭ്യർത്ഥിക്കുന്നു. പ്രതികളുടെ ഈ നിസ്സഹകരണം മൂലം തന്നെ കേസിൻ്റെ അന്വേഷണം ഏതാണ്ട് പൂർണ്ണമായി നിലച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികളെ കസ്റ്റഡി ലഭിച്ചാൽ മാത്രമേ അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനും കൃത്യമായ ഒരു പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് നീങ്ങാനും കഴിയുകയുള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിൽ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇനി എത്ര നേരം കൂടി പ്രോസിക്യൂഷന്റെ വാദം തുടരുമെന്നാണ് അനീഷ് അറിയുന്നത്?
നമുക്ക് കൃത്യമായൊരു സമയക്രമം പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ ഏതാണ്ട് 4:30 വരെ കോടതിയിലെ വാദം തുടങ്ങിയിരുന്നു. 1:45 കേസ് പരിഗണിക്കുകയും 2:15 കഴിഞ്ഞ് കേസ് നടപടികൾ ആരംഭിക്കുകയും 4:00 സമാപിക്കുകയും ചെയ്തു. ഏതാണ്ട് ഇന്നിപ്പോൾ 3:45 സമയമാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും വാദമുഖങ്ങൾക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പറയാനായി സമയമുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട മെറിറ്റിലേക്കൊന്നും കൂടുതലായി പ്രോസിക്യൂഷൻ കടക്കില്ല. കാരണം ഈ കേസിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട തെളിവുകൾ അല്ലെങ്കിൽ എന്തൊക്കെ വാദമുഖങ്ങളാണ് ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന തുടങ്ങിയ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കോടതികളിൽ പറയാറില്ല. കാരണം അത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതൽ പ്രതിരോധം തയ്യാറാക്കാൻ ഈ പ്രതികൾക്ക് കഴിയും. അവർ അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. കാരണം ഇപ്പോൾ തന്നെ നിലവിൽ പുറത്തു കഴിയുന്ന സാക്ഷികളാണ്. അവർക്ക് അറസ്റ്റിനും മറ്റും കോടതിയുടെ തടസ്സമില്ല. തെളിവുകൾ നശിപ്പിക്കുന്നുള്ള സാഹചര്യം ലഭിക്കും. അതുകൊണ്ട് ഈ കേസിൻ്റെ പൂർണ്ണ മെറിറ്റിലേക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പോകാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഭാഗം ആരോപിച്ച കാര്യങ്ങൾക്കുള്ള കൃത്യമായ വിശദീകരണം അത് അനുവദനീയമായ പരിധിക്കുള്ളിൽ തെളിവുകൾ അനാവരണം ചെയ്യപ്പെടാതെ ഇത് സമർപ്പിക്കാനുള്ള നീക്കമാണ് പ്രോസിക്യൂഷൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എത്ര നേരത്തേക്ക് ഈ വാദമുഖങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും 2 മണിക്കൂറത്തേക്ക് ആവുകയാണ് ഈ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂട്ടർ കെ ഷാജിയുടെ വാദം. കാരണം 1:45 നിന്ന് കോടതി നടപടികൾ ആരംഭിച്ചിരുന്നു, 3:45 ആയിരിക്കുന്നു. അതുകൊണ്ട് 2 മണിക്കൂർ ഈ കോടതി നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇന്നലെയും ഏതാണ്ട് 2 മണിക്കൂർ എടുത്താണ് ഈ പ്രതിഭാഗവും കേസ് വാദിച്ചത്. ഇന്ന് പക്ഷേ വാദം ആരംഭിക്കുമ്പോൾ തന്നെ കോടതി പറഞ്ഞിരുന്നു ഒരുപാട് സമയം പാഴാക്കാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിക്കില്ല എന്ന്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്നും ഒരു 4-4:30 ആകുമ്പോൾ കോടതി നടപടികൾ അവസാനിച്ചേക്കാം. ഒരു പക്ഷേ ഇന്ന് ഈ വാദമുഖങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ ഇരുപക്ഷത്തിൻ്റെയും വാദങ്ങൾ കൃത്യമായി കോടതിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിലെ നിയമപരമായി ഉന്നയിച്ച കാര്യങ്ങൾ, മറ്റ് കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, മറ്റ് വിധിപ്പകർപ്പുകൾ എന്നിവയൊക്കെ ഒരുപക്ഷെ പരിശോധിക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് വിധി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് തീർത്തൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഒരുപക്ഷെ വിധി ഉണ്ടാവാം, അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വിധി പറയാൻ മാറ്റുക. ഏറ്റവും അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ നാളെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ചത്തേക്കോ മറ്റോ ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ അത്തരമൊരു കാലവിളംബത്തിന് ഇനി അനുവദിക്കാനാവില്ല. അല്ലെങ്കിൽ അത്തരമൊരു താമസം വരുന്നത് ഈ കേസിൻ്റെ എല്ലാ നടപടിക്രമങ്ങളെയും വളരെ ദോഷകരമായി ബാധിക്കുന്നു. ഓരോ നിമിഷവും പ്രതി പുറത്തു നിൽക്കുമ്പോൾ തെളിവ് നശിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇടക്കാല ഉത്തരവിൽ നേരത്തെ ഈ പ്രതികൾക്ക് ഒരു അറസ്റ്റ് തടഞ്ഞുള്ള സംരക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇടക്കാല ഉത്തരവിൽ പ്രതിക്ക് സംരക്ഷണം നൽകിയത് കേസിനെ വളരെ ദോഷകരമായി ബാധിച്ചിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടിക്രമം ഒഴിവാക്കണം. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പ്രതികളുടെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വരികയുള്ളൂ. മൊബൈൽ ഫോൺ പോലുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം മതി ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികൾ എന്ന് പറയുമ്പോൾ അതും കേസിൻ്റെ നടപടിക്രമങ്ങളെ വൈകിപ്പിക്കും. വിചാരണ കോടതി തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി നൽകിയ സമയ കാലാവധി ഈ 1 മാസം മാത്രമാണ്. അതുകൊണ്ട് ആ പരിധിക്കുള്ളിൽ കേസ് കോടതിയിൽ സമർപ്പിക്കണമെങ്കിൽ, അതിൻ്റെ നടപടിക്രമങ്ങളിൽ പൂർത്തിയാക്കണമെങ്കിൽ പ്രതികളെ പോലീസിന് ലഭിക്കുക എന്നത് മാത്രമാണ് മുന്നിലുള്ള വഴി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ ജാമ്യാപേക്ഷ തള്ളി അന്വേഷണ സംഘത്തിന് കൈമാറണം. അന്വേഷണ സംഘത്തിന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയുന്നതിനുള്ളൊരു അവസരം ഒരുക്കണം എന്നാണ് ഇപ്പോൾ വാദിക്കുന്നത്. അതുകൊണ്ട് പ്രതികളെ ഇപ്പോൾ കസ്റ്റഡി ലഭിച്ചാൽ മാത്രമേ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് DGP വാദിക്കുന്നത്. പ്രതികളുടെ നിസ്സഹകരണം മൂലം അന്വേഷണം പാടെ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ജാമ്യ ഹർജിയിൽ കോടതികൾ തീരുമാനമെടുക്കുമ്പോൾ അത് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ഇടയുള്ള പ്രതികരണങ്ങൾ, ജനങ്ങളുടെ ഒരു അഭിപ്രായം, ഇത് ഏത് രീതിയിൽ മറ്റു കുറ്റവാളികളെ സ്വാധീനിക്കും, അത് ഏത് രീതിയിൽ നീതിന്യായ വ്യവസ്ഥയെ സ്വാധീനിക്കും എന്നീ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം ഈ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം പറയാൻ എന്നാണ് ഇപ്പോൾ DGP പറയുന്നത്. 2 മണിക്കൂറിലധികമായി DGPയുടെ വാദം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ധന്യവാദം. ശരി അനീഷ്, തിരിച്ചു വരാം, ഇടവേള. കോടതിയിൽ ദിലീപിന്റെ ഗൂഢാലോചന കേസിൽ പ്രോസിക്യൂഷന്റെ വാദം തുടരുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫോണിന്റെ ലോക്ക് മാറ്റാൻ പോലും സമ്മതിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ദിലീപിനെതിരായ കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയേക്കും. വധഗൂഢാലോചന കേസിൽ ക്രൈംബ്രാഞ്ച് നേരത്തെ
33 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. പ്രോസിക്യൂഷന്റെ വാദത്തിന് ശേഷം പ്രതിഭാഗം അതിന് മറുപടി നൽകാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യാനിടയായ സാഹചര്യം അടക്കം വിശദീകരിച്ചുകൊണ്ടുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ദിലീപിനെതിരായി കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയേക്കുമെന്നും പറയുന്നു. പ്രോസിക്യൂഷന്റെ വാദത്തിന് ശേഷം പ്രതിഭാഗം അതിന് മറുപടി നൽകും. അല്പസമയത്തിനകം തന്നെ ഈ ദിലീപിന്റെ ഗൂഢാലോചന കേസിലുള്ള വിധി എന്താണ് എന്നറിയാം. ഒരുപക്ഷെ ഇന്ന് വിധി പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഫോൺ, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കാം ഒരുപക്ഷെ കോടതി വിധി പറയുക. എന്തായാലും അല്പസമയത്തിനകം എന്താണ് കോടതിയിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം വരും. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിന്റെ കൂട്ടുപ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ്. അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് കോടതിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ? ധന്യ, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന വാദമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ഒരു ജാമ്യ ഹർജിയിൽ കോടതി ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ജനഹിതത്തെ ഏത് രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നു, ഒപ്പം സാമൂഹ്യമായ ഏത് പ്രതികരണങ്ങൾ ആ വിധിക്ക് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് കണക്കിലെടുക്കണം എന്ന കൃത്യമായ സന്ദേശമാണ് കോടതിയിൽ DGP നൽകുന്നത്. പ്രതികളുടെ തുടർച്ചയായ നിസ്സഹകരണം മൂലം അന്വേഷണം ഏതാണ്ട് നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. 3 ദിവസങ്ങളിലായി 33 മണിക്കൂർ മാത്രമാണ് പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള അവസരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ആ അവസരത്തോട് പൂർണ്ണമായ നിസ്സഹകരണമാണ് ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഒരു ദിവസത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വൈകുന്നേരം എത്തുന്നതോടുകൂടി എല്ലാ പ്രതികളും ഒരുമിച്ചിരുന്ന് ഏത് തരത്തിലാണ് ചോദ്യങ്ങൾ വന്നത്, നാളെ ഈ ചോദ്യം ചെയ്യലിനെ ഏത് രീതിയിൽ നേരിടണം, ഒരു പ്രതിയോട് ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് മറു പ്രതിയുമായി ഏത് ബന്ധമുണ്ട്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി അഭിഭാഷകർ വഴി പഠിച്ചാണ് ഈ പ്രതികൾ ചോദ്യം ചെയ്യലിനെ നേരിടാൻ വന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു തെളിവുകൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്നും, അല്ലെങ്കിൽ പോലീസിന് കൃത്യമായി അറിയേണ്ട കാര്യങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്നും അറിയാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിനൊപ്പമാണ് ഈ ഡിജിറ്റൽ തെളിവുകളുമായി ബന്ധപ്പെട്ട ഒരു നിഷേധം പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആദ്യം ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ തന്നെ ഈ മൊബൈൽ അടക്കമുള്ള രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിരുന്നു. കാരണം ഈ മൊബൈൽ ഫോണിലേക്ക് അന്വേഷണ സംഘം എത്തുന്നതും ഒരു പ്രത്യേക കാര്യത്തിലാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ 7 പേരുടെ ഫോണുകൾ ഒരേ ദിവസം മാറ്റി പുതിയ ഫോണുകളിലേക്ക് മാറ്റുന്നു. ഈ 7 ഫോണുകളിൽ നിന്നും ആളുകൾ പരസ്പരം ഇടപെടുകയും സംസാരിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു. ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൃത്യമായ പങ്ക് ഈ 7 ഫോണുകളും ഉപയോഗിച്ച ആളുകൾക്ക് ഉണ്ടെന്ന് പ്രോസിക്യൂഷന് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് എല്ലാവരും ഫോണുകൾ മാറ്റി പുതിയ ഫോണുകളിലേക്ക് മാറുന്നത്. അതിനുശേഷം ഒരു നോട്ടീസ് അയച്ച് ആ ഫോണുകൾ ദിലീപിനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് തനിക്ക് തന്റെ സ്വകാര്യത മാനിക്കണം, തന്റെ ആദ്യ ഭാര്യയുമായുള്ള സംഭാഷണങ്ങൾ അടക്കം ഈ ഫോണിലുണ്ട്, തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളുണ്ട് എന്നൊക്കെ. ശരി അനീഷ്, അല്പസമയത്തിനകം തന്നെ കോടതി വിധി പറയുന്നതിന് മുമ്പ് അനീഷിലേക്ക് തിരിച്ചെത്താം. ഓരോ പ്രതിഭയും വിജയം കൈപ്പിടിയിലാക്കുമ്പോൾ അവർക്ക് പ്രചോദനമായവർ നിരവധിയുണ്ടാകും. റോൾ മോഡലുകൾ എന്നൊക്കെ പറയാവുന്നവർ. ബൈജൂസ് യങ് ജീനിയസ് 2ാം സീസണിൽ അങ്ങനെ കുട്ടികൾക്ക് റോൾ മോഡലുകളാകുന്നവരെയും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. 4ാമത്തെ എപ്പിസോഡിൽ ബാഡ്മിന്റൺ കോച്ചും പ്രമുഖ താരവുമായ പുലേല ഗോപിചന്ദും ഷൂട്ടറായ അഞ്ജലി ഭഗവതുമാണ് അതിഥികളായി എത്തുന്നത്. ഇതാണ് അഞ്ജലി ഭാഗവത്. അഞ്ജലിജി നമസ്കാരം. നമസ്കാരം. ഹലോ സിമ്രൻ. ഹലോ. ഞാൻ മോളുടെ കാര്യത്തിൽ വളരെ ഇൻസ്പയർഡ് ആണ്. ധൈര്യപൂർവ്വം എല്ലാവരെയും ഫേസ് ചെയ്ത് മോള് സ്പോർട്സ് തിരഞ്ഞെടുത്തില്ലേ? സ്പോർട്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നില്ലേ? മോളുടെ ഈ എനർജി കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് എനിക്കും ഈ വരുന്ന ഒളിമ്പിക്സിന് വേണ്ടി നന്നായിട്ട് പ്രയത്നിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നുകയാണ്. ഗോപി സാർ, ഇനി താങ്കളുടെ ഊഴമാണ്. സിമ്രൻ ഇപ്പൊ പറയൂ, ഏതിനാണ് എയിം ചെയ്യേണ്ടത്? 6th ത്രോയില് സെക്കൻഡ്. കൊള്ളാലോ, 6 റോ കറക്റ്റ് ആയിട്ട് പിടിച്ചു താങ്കള്. ഗോപി സാർ,
അപ്പൊ ഈ ഷൂട്ടിംഗും ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ? ഇല്ല, പ്രൈസ് കിട്ടുകയാണെങ്കിൽ ചെയ്യാം. ഒരു കാര്യം എനിക്ക് ഗോപി സാർ താങ്കളിൽ നിന്ന് അറിയണം. താങ്കൾ പാരാ അത്ലറ്റ്സിന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അവരിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താണ്? ഞാൻ ട്രെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഇല്ലേ, പിന്നെ പുറത്തുള്ള സ്റ്റുഡൻസും, അവർക്ക് പുറത്തൊരു ഫേസ് ഉണ്ടാവും, ഫേസ് കാണിക്കും, അതുള്ളതാ. പക്ഷേ അകത്തൊരു സ്ട്രീക്ക് ഉണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ചെറിയൊരു നോട്ടിനെസ്സും അവർക്കുണ്ടാവും. എല്ലാവരുടെയും കണ്ണുകളിൽ തിളക്കം കാണാറുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അതായത് എസ്പെഷ്യലി ഈ അത്ലീറ്റ്സ് ആയിട്ടുള്ളവരില്ലേ, അവർക്ക് അവരുടെ ചലഞ്ചസിനെ മറികടന്നുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു പവർ ലഭിച്ചിട്ടുണ്ട്. നോർമലി ഒരു കോച്ചാകുമ്പോൾ നിങ്ങൾ എങ്ങനെ പറയുക, കൈകൾ ഇട്ടടിക്കൂ, കാലുകൾ അടിക്കൂ, അങ്ങനെയൊക്കെ അല്ലേ? പക്ഷേ ഇവൻ പഠിച്ചിരിക്കുന്നത് സ്വയം പഠിച്ച കാര്യങ്ങളാണ്. ഒരു കോച്ച് പറഞ്ഞിട്ടുണ്ടാവും ഡയറക്ഷനലി, പക്ഷേ ഇവന്റെ മനസ്സ് അത് മുന്നോട്ടൊരു വെളിച്ചം സ്വയം തേടി കണ്ടുപിടിക്കുകയാണ്. സോ ദേ ആക്ച്വലി ഫൈൻഡ് ഔട്ട് എ വേ ഓഫ് കമ്മിങ് ഔട്ട് ഓഫ് ചാലഞ്ചസ്. അതുകൊണ്ട് തന്നെ അവര് വളരെ ഇൻഹെറന്റ്ലി സ്മാർട്ട് ആയിരിക്കും, അവെയർ ആയിരിക്കും. അതവരുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഒന്നിനെ പറ്റിയും ബോധേഡ് ആയിരിക്കില്ല. വളരെ ശക്തരായ വ്യക്തികളായി അവർ മാറുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം.news18.com.